നമസ്തേ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് കാരകമാണ് പഠിക്കുന്നത്. അപ്പോൾ കാരകം പഠിക്കുന്നതിന് മുമ്പായിട്ട് സകർമ്മക്രിയ അകർമ്മക്രിയ ഒന്ന് ക്ലിയർ ആക്കി തരാം. ഞാൻ പറയുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ സകർമ്മക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയ കാ ഫൽ കർമ്മ പർ പഠത്താ ഹെ തോ സകർമ്മക്രിയ ഹോ ജായേഗ. അപ്പോൾ ക്രിയയുടെ ഫലം കർമ്മത്തിലാണെങ്കിൽ അത് സകർമ്മക്രിയയാണ്. കർമ്മ നാ ഹോ ജഹാം കർമ്മ നാ ഹോ വ അകർമ്മക്രിയ ഹോ ജായേഗ. അപ്പോൾ കർമ്മമില്ലെങ്കിൽ അതെന്താണ്? അകർമ്മക്രിയയാണ്. വോ ഹസ്ത എന്ന് പറയുമ്പോൾ അവിടെ കർമ്മം ഉണ്ടോ? ഇല്ല. വഹ് എന്നുള്ളത് സബ്ജക്റ്റാണ്, ഹസ്ന എന്നുള്ളത് ക്രിയയാണ്. അവിടെ കർമ്മമില്ല, അതുകൊണ്ടാണ് അകർമ്മക്രിയ നമ്മൾ പറയുന്നത്. ഹസ്ന, റോന, ആന, ദൗഡ്ന ഇതൊക്കെ എന്താണ്? അകർമ്മക്രിയയാണ്. അപ്പോൾ ക്രിയ ക ഫൽ കർമ്മ പർ പഠത്താ ഹെ തോ സകർമ്മകാണ്. ക്രിയയും കർമ്മവും പിന്നെ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് ഇവ മൂന്നുണ്ടെങ്കിൽ സകർമ്മക്രിയ ആണെന്ന് പ്രത്യേകം ഓർക്കുക. അപ്പോൾ നമുക്ക് നേരെ കാരകത്തിലേക്ക് പോകാം. ഹിന്ദി മെം കാരക് 8 പ്രകാർ കെ ഹോത്തെ ഹെ. അപ്പോൾ ഹിന്ദിയിൽ 8 തരത്തിലാണ് കാരകുള്ളതെന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിക്കണം. അപ്പോൾ ഹിന്ദി മെം കാരക് എത്ര തരത്തിലുണ്ട്? ഹിന്ദി മെം കിतने പ്രകാർ കെ ഹോത്തെ ഹെ കാരക്? हिंदी में कारक कितने प्रकार के होते हैं? 8 प्रकार के होते हैं. कारक के चिन्ह को क्या कहलाती है? कारक के चिन्ह को വിഭക്തി कहलाती है. അപ്പോൾ കാരകത്തിൻ്റെ ചിഹ്നത്തെയാണ് നമ്മൾ വിഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ വിഭക്തി ചിഹ്നങ്ങളാണ് നമ്മൾ കാക്കേ കീക്കോ പർമേം സേന എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. അപ്പോൾ കാരകങ്ങൾ 8 തരത്തിലുള്ളത് നമ്മൾ പഠിക്കണം. ഏതൊക്കെയാണ് ആ കാരകങ്ങൾ എന്നുള്ളത്, അതിൻ്റെ പേരുകൾ പഠിക്കാം. എന്തായാലും നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ 8 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? കാക്കേ, കീ, കോ, പർ, മേ, സേ, നേ. 3 3 6 2 8 കിട്ടിയല്ലോ. കാക്കേ, കീക്കോ, പർമേം, സേന എന്ന് പറഞ്ഞ് പഠിച്ചാൽ വളരെ എളുപ്പമായിരിക്കും. ഓരോ ആൾ മറ്റു രീതിയിൽ പഠിച്ചിട്ടുണ്ടാകും. അത് നിങ്ങൾക്ക് കംഫർട്ടായ രീതിയിൽ പഠിക്കുക. നേ സ്റ്റാർട്ട് ചെയ്തിട്ട് പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ കാക്കേ, കീക്കോ, പർമേം, സേനയാണ്. അപ്പോൾ ഏതൊക്കെയാണ് കാരകങ്ങൾ? കർത്താകാരക്, ഫസ്റ്റ് വൺ കർത്താകാരക്, അതിൻ്റെ വിഭക്തിയാണ് നേ. സെക്കൻഡ് വൺ കർമ്മകാരക്, അതിൻ്റെ വിഭക്തി കോയാണ്. നെക്സ്റ്റ് കരൺ കാരകത്തിൻ്റെ വിഭക്തി സേയാണ്. സമ്പ്രദാൻ കാരകത്തിൻ്റെ വിഭക്തി കോക്കേലിയെ. അപാദാൻ കാരകത്തിൻ്റെ വിഭക്തി സേയാണ്. അപ്പോൾ അലഗ് ഹോനയ്ക്ക് അർത്ഥത്തിലാണ് അപാദാൻ കാരക സേ വരുന്നത്. സംബന്ധ കാരകത്തിൻ്റെ വിഭക്തി കാക്കേക്കി. അധികരൺ കാരകത്തിൻ്റെ വിഭക്തി മേംപർ. സംബോധൻ കാരകത്തിൻ്റെ വിഭക്തി ഹേ, ഹോ, അരേ, അജി അതൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഒരാൾ സംബോധന ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹേ, ഹോ, അരേ, അജി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഈ 8 കാരകങ്ങളും വിഭക്തികളും നമ്മൾ പഠിച്ചു വെക്കുക. ഫസ്റ്റ് നമ്മൾ കർത്താകാരകമാണ് പഠിക്കുന്നത്. അതിൻ്റെ വിഭക്തി എന്താണ്? നേയാണ്. അപ്പോൾ നേ എന്ന വിഭക്തി ഭൂതകാലത്തിലാണ് ഉപയോഗിക്കുന്നത്, പ്രത്യേകം ഓർത്ത് വെക്കുക. എക്സാമ്പിൾ, രാംനെ ഗാന ഗായ, രാമൻ പാട്ട് പാടി എന്ന് പറയുമ്പോൾ ഭൂതകാലമാണ് നേ. അവിടെ രാംനെ, രാമൻ പാട്ട് പാടി. മേനെ ഖാന ഖായ, ഞാൻ ഭക്ഷണം കഴിച്ചു. അനിലിനെ ദർവാസ ബന്ദ് കിയ. അപ്പോൾ ഇവയൊക്കെ എന്താണ്? ഭൂതകാലത്തിലാണ്. അപ്പോൾ വർത്തമാനകാലം ഭവിഷ്യത് കാലം വരുമ്പോൾ നേ എന്താകുന്നു? ലോപിക്കുന്നു. നേ അവിടെ കാണില്ല. എക്സാമ്പിൾ നോക്കാം. രാം ഗീത് ഗാതാ ഹെ, രാം ഗീത് ഗാതാ ഹെ. मैं खाना खाता हूँ, ശ്യാം ഖാന ഖായേഗ. അതായത് സിമ്പിളായിട്ടുള്ള നോർമൽ സെൻറ്റൻസ് ആയിരിക്കും. വർത്തമാൻ കാലം ഭവിഷ്യത് കാലം വരുമ്പോൾ അവിടെ എന്താവില്ല? നേ പ്രത്യയം നേ വിഭക്തി കാണില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. ഭൂതകാലത്തിലാണെങ്കിൽ നേ വിഭക്തി ഉണ്ടാകും. ഭവിഷ്യത് കാലിലും വർത്തമാൻ കാലിലും നേ വിഭക്തി എന്താകുന്നു? ലോപ് ഹോ ജാതാ ഹെ. പ്രത്യേകം ഓർക്കുക. നെക്സ്റ്റ് കർമ്മകാരകമാണ്. കർമ്മകാരകത്തിൻ്റെ വിഭക്തി എന്താണ്? കോയാണ്. രാംനെ രാവൺ കോ മാര. ഉദാഹരണം നോക്കിയേ. രാമൻ രാവണനെ കൊന്നു. കണ്ടോ? രാമൻ രാവണനെ കൊന്നു. രാവൺ കോ. പോലീസിനെ ചോർ കോ പക്കട. കണ്ടാ? കിസ്കോ പക്കട? ചോർ കോ പക്കട. മേനെ സീത കോ നൃത്യ സിഖായ. അപ്പോൾ ഞാൻ സീതയെ ഡാൻസ് പഠിപ്പിച്ചു. അപ്പോൾ കോ, സീത കോ, ചോർ കോ, രാവൺ കോ, ഇതാണ് കർമ്മകാരകം. കണ്ട? കർമ്മകാരകം മനസ്സിലായില്ലേ? കർത്താകാരക നേയാണ്, കർമ്മകാരക കോയാണ്. നമ്മൾ വാക്യങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും മനസ്സിലാക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് കാരകം മനസ്സിലാകും. ഇവിടെ നോക്കിയാൽ ബാലക് പുസ്തക് പഠത്താ ഹെ.
കവി കവിത ലിഖ്താ ഹെ, അധ്യാപക് വ്യാകരൺ പഠാത്തെ ഹെ. ഇവിടെ എന്താണ്? കോക്കാരക് ലോപിച്ചിട്ടുണ്ട്, നമ്മൾ കാണുന്നില്ല. ബാലക് പുസ്തക് കോ പഠത്താ ഹെ, കവി കവിത കോ ലിഖ്താ ഹെ, അധ്യാപക് വ്യാകരൺ കോ പഠാത്തെ ഹെ. ഇങ്ങനെയാണ് വരേണ്ടത്, പക്ഷേ നമ്മൾ കാണില്ല. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ കോ എന്ന വിഭക്തി ലോപിച്ചിട്ടാണ് ഉള്ളത്. ക്വസ്റ്റ്യൻ വന്നാൽ ശ്രദ്ധിക്കണം. കരൺ കാരക്. നെക്സ്റ്റ് കരൺ കാരക് വിഭക്തി സേയാണ്, മാധ്യമമാണ്. കരൺ കാരക് മനസ്സിലാക്കേണ്ടത് മാധ്യമം. രാംനെ രാവൺ കോ ബാൺ സേ മാര. അപ്പോൾ ചോദ്യം, രാംനെ രാവൺ കോ കിസ്സേ മാര, എന്തുകൊണ്ടാണ് മാര, എന്തുകൊണ്ടാണ് കൊന്നത്? ബാൺ സേ മാര അല്ലേ. മേം പത്രദ്വാര സൂചിത് കർ ദൂങ്ക, ഞാൻ പത്രത്തിലൂടെ സൂചിപ്പിക്കും, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? മാധ്യമമാണ്. മേനെ കലം സേ ഖത്ത് ലിഖ എന്ന് പറയുമ്പോൾ ഞാൻ പേന കൊണ്ട് കത്തെഴുതി. ആ കൊണ്ട് എന്നുള്ള അർത്ഥം വരുന്നതാണ് കരൺ കാരക. മാധ്യമമാണെങ്കിൽ അവിടെ എന്തായിരിക്കും? കരൺ കാരകമായിരിക്കും. ദേശ് മേ ലാഖോം ലോഗ് ഭൂഖെ മർ രഹേ ഹെ. ചില സന്ദർഭങ്ങളിൽ ഈ കരൺ കാരക എന്താണ്? ലോപിച്ചിട്ടിട്ട് കാണാം, ലോപിക്കും. നമ്മൾ കാരകവും കോ കാരകവും പഠിച്ച പോലെ ദേശ് മേ ലാഖോം ലോഗ് ഭൂഖ് സേ മർ രഹേ ഹെ എന്നാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ എന്താണ് കൊടുത്തത്? ഭൂഖേ മർ രഹേ ഹെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, വിശപ്പ് കൊണ്ടാണ് മരിച്ചത്. ഭൂഖ് സേ അവിടെ ലോപിച്ചിട്ടാണ് ഉള്ളത്. നെക്സ്റ്റ് സമ്പ്രദാൻകാരക് കോ കീലി. കീലി എന്ന് പറഞ്ഞാൽ എന്താ? വേണ്ടി അല്ലേ. ദേനേക്ക ഭാവമാണ് ഇത് മനസ്സിലാക്കാനുള്ള ട്രിക്ക്. സമ്പ്രദാൻ കാരക് മനസ്സിലാക്കാൻ ദേനേക്ക ഭാവ് ഹോത്താ ഹെ തോ വഹാം സമ്പ്രദാൻ ഹോ ജായേഗ. രാധ ശ്യാം കെ ലിയെ ചായ് ബനാ രഹി ഹെ. രാധ ശ്യാമിന് വേണ്ടി ചായ ഉണ്ടാക്കുകയാണ്. അപ്പോൾ വേണ്ടിയും ദേനേക്ക ഭാവം ഉണ്ടെങ്കിൽ എന്താണ്? സമ്പ്രദാനാണ്. ശ്യാം കോ കലം ദോ, ശ്യാമിന് കലം കൊടുക്കൂ. കണ്ട, കൊടുക്കൂ. ദേനേക്ക ഭാവം ഉണ്ട്, അതുകൊണ്ട് തന്നെ സമ്പ്രദാൻ കാരകമാണ് ഈ വാക്യത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എക്സാമ്പിൾ ചോദിച്ചിട്ട് അതിലേത് വിഭക്തിയാണ്, ഏത് കാരകമാണ് ചോദിക്കും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. കർത്താനെ കർമ്മക്കും ഇത് പറഞ്ഞ് പഠിക്കണം, തറവാണ് കേട്ടോ. അർത്ഥവും മനസ്സിലാക്കണം. നെക്സ്റ്റ് എന്താണ്? അപാദാൻ. അപാദാനിൻ്റെയും കരൺ കാരകത്തിൻ്റെയും വിഭക്തി എന്താണ്? സേ. സേ മാധ്യമമായിട്ട് വരുന്നുണ്ടെങ്കിൽ കരൺ കാരകമാണ്. അൽഗാവ് അലഗ് ഹോനേക്ക അർത്ഥത്തിലാണ് വരുന്നതെങ്കിൽ അത് അപാദാനാണ്. എക്സാമ്പിൾ നോക്കാം. പേട് സേ പത്തേ ഗിർത്തേ ഹെം. കാരണം പേടിൽ നിന്നും, മരത്തിൽ നിന്നുമാണ് ഇലകൾ വീഴുന്നത്. ലഡ്ക ഛത് സേ ഗിർപ്പട. ലഡ്ക എവിടെ നിന്നാണ് വീണത്? ഛത് സേ ഗിർപ്പട. പ്രധാനമന്ത്രി അമേരിക്ക സേ ലൗട്ടേ ഹെ. അപ്പോൾ പ്രധാനമന്ത്രി എവിടെ നിന്നാണ് മടങ്ങിയത്? അമേരിക്ക സേ, നിന്നും. അതാണ് അൽഗാവ് കാ ഭാവ്. നെക്സ്റ്റ് എന്താണ്? അധികരൺ. അധികരൺ കാരകിൻ്റെ വിഭക്തി മേം പർ. എക്സാമ്പിൾ ബന്ദർ പേട് പർ ബൈഠാ ഹെ. ബന്ദർ പേട് പർ ബൈഠാ ഹെ അല്ലേ. എവിടെയാണ് കുരങ്ങനിരുന്നത്? പേട് പർ. മച്ലിയാം ജൽമേം രഹത്തി ഹെ. ഇത് വളരെ ഈസിയാണ് നമുക്ക് മനസ്സിലാക്കാൻ. മേം പർ ആതാ ഹെ തോ അധികരൺ ഹോ ജായേഗ. അത് നമുക്ക് വാക്യം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് മച്ലിയാം ജൽമേം രഹത്തി ഹെ അല്ലേ. മത്സ്യം എന്താണ്? മത്സ്യങ്ങൾ ജലത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ കുറേ എക്സാമ്പിളുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് സംബോധൻ. സംബോധൻ എന്താ? ഹേ, അരേ, അജി, ഹോ, പ്രഭോ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? സംബോധൻ ഒരാളെ സംബോധന ചെയ്യുക. എക്സാമ്പിൾ അരേ ഭായ് തും കഹാൻ ജാ രഹേ ഹോ. നമ്മൾ പറയില്ല നമ്മളെ ഫ്രണ്ട്സിനോടൊക്കെ, അരേ ഭായ് തും കഹാൻ ജാ രഹേ ഹോ അല്ലേ. അരേ ഭായ് നമ്മൾ സംബോധന ചെയ്യുകയാണ്. നെക്സ്റ്റ് എന്താണ്? ബച്ചോ പേട് പർ മത് ചढ़ना. ബച്ചോ പേട് പർ മത് ചढ़ना. നമ്മൾ ഉപദേശിക്കുകയാണ്, കുട്ടികളെ മരത്തിൽ കയറരുത്. മത് ചढ़ना അതും എന്താണ്? സംബോധന കാരകത്തിന് ഉദാഹരണമാണ് കേട്ടോ. അരേ ഭായ് തും കഹാൻ ജാ രഹേ ഹോ. നീ എവിടെയാണ് പോകുന്നത്? പിന്നെ പറയാം അജി എന്ന് പറയും. അജി ആപ് കഹാൻ ജാ രഹേ ഹെ. താങ്കൾ എവിടെയാണ് പോകുന്നത്? നമ്മൾ കുറച്ച് റെസ്പെക്റ്റ് കൊടുക്കുമ്പോൾ അജി എന്ന് പറയും. ഹിന്ദിക്കാരൊക്കെ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അജി ആപ് കഹാൻ ജാ രഹേ ഹെ. അപ്പോൾ താങ്കൾ എവിടെയാണ്? നമ്മൾ കുറച്ച് റെസ്പെക്റ്റ് കൊടുത്തിട്ട് ആപ്പ് എന്ന് പറയും. അപ്പോൾ കാരക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാരക് 8 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? കർത്ത, കർത്താക്കാരക്, കർമ്മകാരക്, കരൺ കാരക്, സമ്പ്രദാൻ കാരക്,
അപാദാൻ കാരക്, അധികരൺ കാരക്, സംബോധൻ കാരക്, സംബന്ധ കാരക്. ഇവയാണ് 8 കാര്യങ്ങൾ. വിഭക്തി ഏതാ? കർത്താനെ, കർമ്മ കോ സമ്പ്രദാൻ കോ കെ ലിയെ, അപാദാൻ സേ. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതൊക്കെയാണ്? കർത്താകാരക്, കർമ്മകാരക്, കരൺ കാരക്, സമ്പ്രദാൻ കാരക്, അപാദാൻ കാരക്, അധികരൺ കാരക്, സംബന്ധ കാരക്, സംബോധൻ കാരക്. വിഭക്തിയൊക്കെ പ്രത്യേകം പഠിക്കണം. കർത്താനെ, കർമ്മക്കോ കാരൺ സേ, സമ്പ്രദാൻ കോ കെ ലിയെ, അപാദാൻ സേ ആണ്, സംബന്ധ കാക്കെ കി ആണ്, പിന്നെന്താണ്? സംബോധന ഹേ പ്രഭു ആണ്, അധികരൺ മെമ്പർ ആണ്. താങ്ക് യു.